എന്താണ് ഇതിന്റെ നീഡ്? ഞങ്ങൾ ആക്ച്വലി ഒരു ബിഗ് ഫുൾ ഫ്ലാഷ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയയോടെ തുടങ്ങിയതല്ല. ഫ്യൂ ഓഫ് അവർ ഫ്രണ്ട്സ് നമ്മൾ യൂസ് ടു ക്രാഷ് ഇൻ ട്രിവാൻഡ്രം IFFK അങ്ങനെ വരുമ്പോൾ so they used to talk about their struggles writing in international software tools like സാധാരണ ഫൈനൽ ഡ്രാഫ്റ്റ് പിന്നെ സെൻടെക്സ് അങ്ങനെ പലതരം റീജിയണൽ ലാംഗ്വേജിൽ എഴുതുമ്പോഴുള്ള സ്ട്രഗിൾസിനെ കുറിച്ച് ഒരുപാട് ഷെയർ ചെയ്യുന്നു. So I am a developer, so I thought, okay, why not take a crack at it? അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഫ്രണ്ട്സിന് കൊടുത്തു, they liked it, and we left it at that pretty much. എന്നിട്ട് ഒരു കുറച്ച് നാളിന് ശേഷം ഇതാണ് നമ്മൾ അറിയുന്നത്, ഇത് ഒരുപാട് പേര് ഇത് പകർന്നു, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് പിന്നീടാണ്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. സോ ആ റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ടാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ പേര്? സോഫ്റ്റ്വെയർ പേര് is Yevanika. You can Google it, it's yevanika.pictures എന്നാണ് ചെയ്യുന്ന പേര്. You can log in, try it out yourself. It's right now free. ഈ അതിൽ ഞാൻ ചോദിക്കുന്നത്, അത് സീനായിട്ട് അത് നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു എന്താ പറയുന്നത് അക്കാഡമിക് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണോ, അതോ ലൈക്ക് ആക്ട് സീക്വൻസ് പിന്നെ സീൻസ് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താണോ, അതോ ജസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്നു എന്ന് പറയുന്ന ആ രീതിയിലാണ് സ്ക്രിപ്റ്റ് നേരെ എഴുതിയാണെന്നാണ് മോസ്റ്റ്ലി ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് നമുക്ക് ചെറിയ ചെറിയ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. സബ്സ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിങ് വേണം, അല്ലെങ്കിൽ നമ്മൾ വലിയ റിക്വസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള സമയം ആക്ച്വലി ഹാവ് ഡേ ജോബ്സ്. നമ്മളൊരു പാഷൻ പ്രോജക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷേ റൈറ്റ് നൗ വി ആർ ട്രൈയിങ് ടു റാമ്പ് ദിസ് അപ്പ്. കുറേ റിക്വസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. സ്ലോലി ഇൻകോർപ്പറേറ്റിംഗ് സ്റ്റഫ് ലൈക്ക് ദിസ്. അതുപോലെ കീബോർഡ് ലാംഗ്വേജ് കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കുക, കുറേ കൂടെ ലാംഗ്വേജ് സപ്പോർട്ട് കൊണ്ടുവരിക, കുറേ കൂടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്ഷൻസ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. എക്സ്ക്ലൂസീവ്ലി റൈറ്റിംഗ് ആണ് അല്ലേ? Yes, we are mostly focusing on writing. Our idea stage ആണ്. Like ഇവിടെ ഉള്ള പ്രൊഡക്ഷൻ ആ സ്റ്റേജിലേക്കുള്ളതാണ്. We are mostly idea stages like encouraging writing and ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. യെസ്. അപ്പോൾ അനിരുദ്ധിലേക്ക് വരാം. അനിരുദ്ധ് കുറച്ചുകൂടി ഇതിന്റെ അടുത്തൊരു ലെവലും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ അടുത്ത് നമ്മൾ കണ്ട വലിയ ചില സിനിമകളിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം ആണ് അനിരുദ്ധ്. പ്ലീസ് എന്താണ് ഹലോ, സ്ക്രിപ്റ്റിലാണ് ടൂളിൻ്റെ പേര്. ഞാനിവിടെ AD ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് സിനിമാക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ കൂടുതൽ പേരും ഞാൻ രണ്ടാൾക്കാരൊക്കെ ഈ ഡോക്കിലും വേർഡിലൊക്കെ ആയിരുന്നു ടൈപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള മലയാളത്തിൽ 2 ടൈപ്പ് ഫോർമാറ്റാണ്. ഒന്ന് ഒരു പേപ്പർ നടുവ് മടക്കിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ആക്ഷൻ എഴുതുക, റൈറ്റ് സൈഡിൽ ഡയലോഗ് എഴുതുക എന്നുള്ള ഒരു ഇത്. എനിക്കൊന്നും അത് യവരിക മാത്രമാണ് ചെയ്യുന്നത് തോന്നുന്നു. അതെ. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പം ഞാനുള്ള കണ്ടിട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെറ്ററൻസ് അല്ലെങ്കിൽ പെയിൻ സാർ ആണെങ്കിലും അല്ലെങ്കിൽ കൃഷ്ണൻ സാർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മാർക്കോ അല്ലെങ്കിൽ ഫതിനാണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ആണ് എഴുതുന്നത്. പക്ഷെ അവർ വേണ്ടിയിട്ടാണ് എഴുതി കണ്ടിട്ടുള്ളത്. പക്ഷെ ചിലപ്പോൾ റൈറ്റേഴ്സ് കൊണ്ടുവരുന്ന യൂണിവേഴ്സൽ ഫോർമാറ്റ് ആയിരിക്കും. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു AD ഇരുന്നിട്ട് മാറ്റി ടൈപ്പ് ചെയ്യും. ചിലപ്പോൾ ടേബിളിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ 5-6 ദിവസത്തെ പണിയായിരിക്കും. അപ്പോൾ എനിക്ക് വിത്തൗട്ട് എനി സെക്കൻഡ് ഈ യൂണിവേഴ്സൽ ഫോർമാറ്റിലേക്ക് ലെഫ്റ്റ് റൈറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. കാരണം ഇവിടെ ചീഫ് അസോസിയേറ്റ് ഗ്രൗണ്ടിൽ മലയാള സിനിമ വർക്ക് ചെയ്യുന്ന ഏതാണ്ട് 90% ചീഫ് അസോസിയേറ്റും ഈ ലെഫ്റ്റ് റൈറ്റിലാണ് ഇപ്പം പടം വർക്ക് ചെയ്യുന്നത്. അതാണ് അവർക്ക് കംഫർട്ട്. അപ്പോൾ അതിലോട്ട് എങ്ങനെ മാറ്റാൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആലോചന. രണ്ടാമത് ഇപ്പം 70ാമത്തെ സീൻ എടുത്തിട്ട് ഒന്നിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഈ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് 70 എടുത്ത് 1 ആക്കണം, 1 2 ആക്കണം, 2 3 ആക്കണം, 70 വരെ ഒരു മാനുവൽ മാറ്റാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഈ സീൻ മുഴുവൻ റീഅറേഞ്ച് ആവും. അതിനുള്ള ആർ പ്രോപ്പർട്ടീസ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കും. ഡെയിലി ചാനൽ ഒരു സീൻ നമ്പർ 3 ഉണ്ടെങ്കിൽ അത് 4 ആക്കിയാലും അവിടെ തന്നെ കൃത്യമായിട്ട് കിടക്കും. അതിൻ്റെ കോസ്റ്റ്യൂം, ആർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ കൃത്യമായിട്ട് വെക്കുക. അത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ലാംഗ്വേജസും ഹിന്ദി ലിസ്റ്റുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പ്രോപ്പർട്ടി റിപ്പോർട്ടായിട്ട്
പ്രിന്റ് എടുക്കാൻ പറ്റും. അത് സീൻ വൈസ് എടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ടേബിൾ ഉണ്ടെന്ന് റൈറ്റർ എഴുതിയിരുന്ന ആ ടേബിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടാഗ് ചെയ്തൊക്കെ ആർട്ടാക്കാൻ പറ്റും. അതിന് അവർ ഒന്നാമത്തെ സീനിലാണ് എഴുതിയിട്ട് 70 മാറ്റിയാലും അത് ഓട്ടോമാറ്റിക്കലി മാറി വന്നോളൂ. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഇവിടെ ഒരു 1 ലൈൻ ലിസ്റ്റ് ഒരു ഐഡിയ എടുക്കും, ആർട്ടിന്റെ ഐഡിയ വേറെ ലിസ്റ്റ് ഇടുന്നു, കോസ്റ്റ്യൂമിന്റെ ഐഡിയ വേറെ ലിസ്റ്റ് ഇടുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സീൻ നമ്പർ പൊളിയും. ഞാൻ പറഞ്ഞത് തലേദിവസം പൊളിയും, എപ്പോഴും പൊളിയും. ഭയങ്കര ഡൈനാമിക് ആണല്ലോ. ഞാൻ പറഞ്ഞത് ഒരു കുറ്റല്ല, ഭയങ്കരമായ ക്രിയേറ്റീവ് സ്പേസ് ആണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുക, പല ഷീറ്റിലും പേപ്പറുകളിലൊക്കെ ഇത് മാറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് മൊത്തം ഓട്ടോമാറ്റിക് കിട്ടും. അപ്പം അതാണ് മെയിനായിട്ട് പ്രയോറിറ്റി ആയിട്ടുള്ളത്. പിന്നെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടയിലെ ക്ലാപ്പ് റിപ്പോർട്ട്, അത് ഇപ്പം ഒന്നാമത്തെ സീൻ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ജനുവരി 1 ആയിരിക്കാം. അതിന്റെ തന്നെ 30th ഷൂട്ട്, ലാസ്റ്റ് ഷോട്ട് ഏർപ്പെടുത്തിട്ടുണ്ടാവുക വേറെ ഏതോ ഒരു മാസം ഏതോ ഒരു ദിവസമായിരിക്കും. എഡിറ്റർക്ക് ചിലപ്പോൾ തപ്പെടുക്കാൻ പറ്റില്ല. ഇപ്പൊ സ്പോട്ടൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ച അതിന്റെ ക്ലാപ്പ് റിപ്പോർട്ട് നമുക്ക് ഈ ആപ്പ് ത്രൂ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ സീൻ കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ക്ലാപ്പ് നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ടേക്ക് എടുത്താൽ പടത്തിന് എത്ര ശതമാനം ഷൂട്ടിംഗ് ബസ്സിൽ എത്ര കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഡാറ്റ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കോൾ ഷീറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പം ഒരു സീനിൽ ഒരു ഗണ്ണിന് ഒരു പിസ്റ്റൽ യൂസ് ചെയ്തു, ആ പിസ്റ്റൽ ഏതൊക്കെ ദിവസം വേണമെന്നൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്ക് എടുക്കുന്നത് നമ്മൾ മുഴുവൻ ഇത് തപ്പും. ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എത്ര ദിവസം പിസ്റ്റൽ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പം മാർക്കോആണ് ചെയ്തത്. അപ്പോൾ മാർക്കോ ഒരു അത്രയും ഗണ്ണും ബ്ലഡും ഇപ്പം ബ്ലഡിന്റെ കൗണ്ട് വരെ നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വരുന്നുണ്ട് അപ്പം കുറച്ചധികം. അതായത് ഓരോ പടത്തിനും ഓരോ റിക്വയർമെന്റ് ആണ്. അപ്പം മാർക്കോക്ക് അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ റിലീസ് ദിവസം പടത്തിന് അവർക്ക് മ്യൂസിക് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നോക്കിയിട്ടുള്ളത്. ഈ ഡെയിലി സീൻ ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന കോൾ ഷീറ്റ് അത് ഇതായിട്ട് കോൾ ഷീറ്റ് ഞാൻ 1.5 കിലോ സാറിന് കാണിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു. ഇപ്പൊ കോൾ ഷീറ്റ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഭയങ്കര വലിയ ഡീറ്റെയിൽസ് അല്ല. ഒരു കോൾ ഷീറ്റ് ആ ദിവസം എടുക്കുന്ന സീനിന്റെ സിനോസിസ്, ഏതൊക്കെ ആർട്ടിസ്റ്റ് ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ഉണ്ട്, ആർട്ട് പ്രോപ്പർട്ടി എന്തൊക്കെയാണോ ഉള്ളത്, പിന്നെ ഗ്രൂപ്പ് കോൾ തുടങ്ങുന്ന ടൈം, പാക്കപ്പ് ടൈം, ഓരോ ആർട്ടിസ്റ്റ് വരുന്ന ടൈം നമുക്ക് മാനുവലി എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. അത് പോസിബിൾ ആയിട്ട് വർക്കിംഗ് ആണ്. ഇപ്പൊ ഈ ഞാനൊരു വളരെ പ്രാക്ടിക്കൽ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ട് അവർക്കിലേക്ക് ഞാൻ വരാം. എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിസ്റ്റിന്റെ ചാർട്ട്, ലൊക്കേഷന്റെ ചാർട്ട്, പ്രോപ്പർട്ടി ചാർട്ട്, കോസ്റ്റ്യൂം ചാർട്ട്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് റിപ്പോർട്ടായിട്ട് നമുക്ക് വേണ്ടത്. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കോസ്റ്റ്യൂമിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി ഞാൻ റിസർച്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പൊ ഈ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്നുണ്ട്. ഇപ്പൊ ബാക്കി പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഓരോ സീൻ ഷൂട്ട് ചെയ്യുന്ന ഡേയ്സ്, ഇപ്പം ഇത് ജനുവരി 1 ഈ സീൻ നടക്കുന്നത്, ജനുവരി 2 വേറെ സീനാണ്, ചിലപ്പോൾ ഡ്രസ്സ് മാറുന്നുണ്ടാവും. ഇത് നമുക്കൊരു യൂണിവേഴ്സൽ ഫോർമാറ്റിൽ പോകാം. പക്ഷെ സിനിമകളാണ്, ചിലപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും, ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അതും ആക്യുറേറ്റ് ആക്കാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാ ലിസ്റ്റ് ഈ പറഞ്ഞ ഡെയിലി റിപ്പോർട്ട്സ്, ആർട്ടിസ്റ്റ് ലിസ്റ്റ്, പ്രോപ്പർട്ടീസ്, അത്തരം കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ വലിയ സാധ്യതയില്ല. അത് മുഴുവൻ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്കിനി ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ തുടങ്ങാം കേട്ടോ. എനിക്ക് ഓഡിയൻസിന്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിലേക്ക് വരാം. പ്ലീസ് മൈക്ക് ഓഡിയൻസിന് കൊടുക്കാം. ആർക്കാണ് ചോദ്യങ്ങൾ?